നമ്മൾ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവനും പീഡനത്തെക്കുറിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് പീഡനം എന്നതിനെക്കുറിച്ച് വലിയ ധാരണ കേരളത്തിലെ ആളുകൾക്കില്ല എന്നാണ് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിദ്ദിഖ് ഒരു നായികയെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ വാർത്ത പ്രചരിച്ചതോടുകൂടി തീർച്ചയായിട്ടും മലയാളികൾ ഒന്നടങ്കം ഞെട്ടിത്തരിക്കുകയും ചെയ്തു. കാരണം ഈ വയസ്സനായ ഈ വ്യക്തി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം അത്ഭുതം ഉണ്ടായേക്കാം. പക്ഷെ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് പീഡനം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലാണ്. ഒന്ന് ശാരീരികമായ പീഡനം, ഒന്ന് മാനസികമായ പീഡനം. ഒരു കുട്ടി സ്കൂളിലേക്ക് വൈകി എത്തിയതിൽ ദേഷ്യം തോന്നിയ അധ്യാപകൻ ആ കുട്ടിയെ അടിക്കുന്നു. കുട്ടി നേരെ പോയി കംപ്ലൈന്റും ചെയ്യുന്നു. പക്ഷെ പിറ്റേ ദിവസം വാർത്തകൾ വരുന്നത് ഇങ്ങനെയായിരിക്കും: കുട്ടിയെ അധ്യാപകൻ മർദ്ദിച്ചു എന്നതിന് പകരം കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന രീതിയിലായിരിക്കും വാർത്തകൾ വരുന്നത്. പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പൊതുവെ മലയാളികൾക്കുള്ള ഭൂരിഭാഗം ആളുകളുടെയും ധാരണ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലാണ്. അതിലുമുപരി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ 14 സെക്കൻഡ് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു എന്നിരിക്കട്ടെ, അത് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടായി തോന്നുകയും അവർ അതിനെ കേസ് കൊടുക്കുകയും ചെയ്താൽ പിറ്റേ ദിവസം വാർത്ത വരുന്നത് നിങ്ങൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന രീതിയിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ റേപ്പ് ചെയ്യപ്പെട്ടു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് മാത്രമല്ല പീഡനം എന്ന് പറയുന്നത്. ശാരീരികമായും മാനസികമായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ ഉണ്ടായാൽ അതിനെതിരെ അവർ കംപ്ലൈന്റ് ചെയ്താൽ അത് പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് പലപ്പോഴും വാർത്ത പ്രചരിക്കുന്നത്. അതിന് കാരണം വാർത്തകൾക്ക് കുറച്ച് എരിവും പുളിയും കിട്ടാൻ വേണ്ടി പടച്ചുവിടുന്നതാണ് ഇതുപോലുള്ള ഹെഡിങ്ങുകൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ അതല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്താലോ മാത്രമല്ല പീഡനം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വലിയൊരു പീഡന വീരൻ എന്ന രീതിയിൽ കേരളം തന്നെ നോക്കിക്കണ്ടേക്കാം. അതേപോലെ തന്നെയാണ് ഇവിടെ സിദ്ദിഖിന്റെ കാര്യത്തിലും മറ്റുള്ള ഉന്നതന്മാരുടെ കാര്യത്തിലും സംഭവിക്കുന്നതും. പക്ഷേ സിദ്ദിഖിനെ പോലുള്ള ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന കേരളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടിയോട് നോക്കുക പോലും ചെയ്താൽ അത് തെറ്റു തന്നെയാണ്. അതിനെ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള പുരുഷന്മാരുടെ മേലിൽ സ്ത്രീകൾക്കുള്ള ആധിപത്യമായി ഇതിനെ കാണുകയും ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചാൽ സ്ത്രീകൾക്ക് സപ്പോർട്ട് കൂടുതലായി ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായി പുരുഷന്മാരെ കൊടുക്കാൻ കൂടി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ സ്വയം ക്രിയേറ്റഡ് ചെയ്ത് സ്ത്രീകൾ കേസ് കൊടുക്കുന്നതും പതിവാണ്. ഒരുപക്ഷെ നിങ്ങളൊരു പെൺകുട്ടിയെ ചുമ്മാ നോക്കുകയും ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എങ്കിൽ പോസ്കോ കേസിൽ അടക്കം ജയിലിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം ഒരു 17-കാരി ഗർഭിണിയാവുന്നു. ആരാണ് കാരണക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ അയൽവീട്ടിലെ ഒരു പയ്യനെ ഈ പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് ആ പയ്യനെ പോസ്കോ ചുമത്തി പോലീസ് പിടികൂടുകയും മാസങ്ങളോളം ജയിലിലിടുകയും ഒരുപാട് മർദ്ദിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ പയ്യൻ സമ്മതിച്ചിരുന്നില്ല ഞാനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദിയെന്ന്. പക്ഷെ ആ പയ്യൻ പറഞ്ഞത് ആരും തന്നെ കേട്ടുമില്ല. വാർത്തകളും മാധ്യമങ്ങളും ഒക്കെയും തന്നെ ആഘോഷിച്ചു. ആ പയ്യൻ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിൽ വളരെ തരം താഴ്ന്നവനായി, വീട്ടുകാരടക്കം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി. പക്ഷെ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഈ പയ്യനല്ല ഉത്തരവാദിയെന്ന് മനസ്സിലാവുന്നു. അതനുസരിച്ച് ആ പയ്യനെ വെറുതെ വിടുന്നു. പക്ഷെ പിന്നീട് ആ പയ്യൻ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോഴേക്കും ജീവിതത്തിലെ വിലപ്പെട്ടത് പലതും ആ യുവാവിന് നഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ കേൾവി ശക്തി അടക്കം പലതും അതിൽ ഉൾപ്പെടും. ഒരു പക്ഷേ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇതിന്റെ ഭീതിയിൽ നിന്ന് ആ പയ്യൻ വിട്ടുമാറണമെന്നില്ല. ഈ പയ്യനെ വെറുതെ വിട്ട കാര്യം ഉൾപേജിലടക്കമാണ് വാർത്തയായതെങ്കിൽ ഈ പയ്യൻ പീഡിപ്പിച്ചു എന്നത് മുൻ പേജിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അടക്കം ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു. ഇതുപോലെ പലയിടത്തും മുതലെടുപ്പുകളും നടക്കുന്നുണ്ട് ഇതുപോലുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ ഏതെങ്കിലും പുരുഷനെ കാണിച്ചു ഇവൻ എന്നെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം പരാതിപ്പെടുകയാണെങ്കിൽ ഒരു റീസണും ഇല്ലാത്ത ആളുകളടക്കം ആ പുരുഷനെ ഒറ്റപ്പെടുത്തുകയും നീതിയുടെയും ന്യായത്തിൻ്റെയും ഒരു കണിശ പോലും അവന് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു മാസങ്ങളോളം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്കാണ് ആ യുവാവ് വിധേയനാവുന്നത്. ഇതുപോലെ സ്ത്രീകളെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങളും ഒരുപാട് കമ്മീഷനുകളും ഒരുപാട് സംഘടനകളും ഉണ്ടെങ്കിലും പുരുഷന് വേണ്ടി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതുപോലുള്ള ന്യൂസുകൾ കാണുമ്പോൾ. ഒരുപക്ഷെ ഇപ്പോൾ സിനിമാ മേഖലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു നായകനെതിരെ ഏതെങ്കിലും ഒരു നായിക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ നായകന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ അയാളെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കിന് ഇരയാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഒരുപക്ഷെ ആ നായകന് സപ്പോർട്ട് നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ
പിന്നീട് ആ സംസാരിക്കുന്ന ആളെ അടക്കം സൈബർ അറ്റാക്കിന് ഇരയാക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ആ നായകന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയവർ വരെ മിണ്ടാതിരിക്കുന്ന സമയം. ഒരുപക്ഷെ ശാരീരികമായി സ്ത്രീ പുരുഷനെക്കാട്ടി ദുർബലയായിരിക്കാം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പുരുഷനെതിരെ ഏതെങ്കിലും സ്ത്രീ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വ്യക്തമായ രീതിയിൽ തെളിയുന്നത് വരെ കുറ്റാരോപിതൻ മാത്രമായ ഒരു പുരുഷനെതിരെ എല്ലാവിധത്തിലും ഒറ്റപ്പെടുത്തുകയും ഇതുപോലെ ആ പയ്യന് സംഭവിച്ചതുപോലെ ജയിലിലടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അതിലും അത്ഭുതം, ഇങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയോ സ്ത്രീയോ ഒരു പുരുഷനെ പെടുത്തുകയാണെങ്കിൽ ആ പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി പുറത്തുവിടുകയും ചെയ്താൽ പിന്നീട് ആ സ്ത്രീക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവർക്കെതിരെ നിയമ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എങ്ങാനും ഈ പയ്യനടക്കമുള്ള പുരുഷന്മാർ കേസിന് പോയാൽ പോലും വലിയ രീതിയിലുള്ള ഒരു ശിക്ഷയോ മറ്റോ ആ സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്റെ സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെടുത്താത്ത രീതിയിലായിരിക്കണം ഇതിനൊക്കെയും തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ വിരോധിയായി എന്നെ കാണരുത്. കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും സ്ത്രീകളെയാണ്. എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും സ്ത്രീകളാണ്. ഉമ്മ, സിസ്റ്റേഴ്സ്, ഭാര്യ അടക്കമുള്ളവർ.